ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ. ആ ഫിലിം ഫെസ്റ്റിവലിനെ പറ്റി കേട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ലോകമെങ്കിലും എവിടെയെങ്കിലും കണ്ടു കാണും. അപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവൽ ഒരു മൂവിയുടെ സ്ക്രീനിങ്ങിൽ അത് സഹിക്കാൻ പറ്റാത്ത ആളുകൾ കുറ്റം പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് ഏത് മൂവിയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ മൂവി ഇത്രയും കോൺട്രവേഴ്ഷ്യൽ ആവാൻ പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഇതിൽ ഇൻറ്റൻസ് വയലൻസ് ആണ്. രണ്ടാമത്തെ കാര്യം ഈ മൂവിയിലെ ക്യാമറ മൂവ്മെൻറ്റ്സ് ആണ്. എപ്പോഴും ഈ ക്യാമറ മൂവിങ് ആയിരിക്കും, ഭയങ്കര ഷേക്കി ആയിട്ടുള്ളൊരു ക്യാമറ മൂവ്മെൻറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് മോഷൻ സിക്നെസ് ഒക്കെ ഉള്ളവർ ഈ മൂവി കാണാതിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് എനിക്കിതിൽ ഏറ്റവും അൺസെറ്റിലിംഗ് ആയിട്ട് തോന്നിയത് ഈ മൂവിയുടെ അറ്റ്മോസ്ഫിയർ. പാരീസ് എന്ന് പറയുന്ന സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ മൂവി നടക്കുന്നത്. പക്ഷേ നമുക്കറിയാവുന്ന പാരീസ് അല്ല ഇതിൽ കാണിച്ചിരിക്കുന്നത്. സാധാരണ പാരീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വാം സെല്ലിംഗ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിലങ്ങനെയൊന്നുമില്ല. വളരെ ഡാർക്ക് ആൻഡ് ഗ്രിറ്റി ആയിട്ടുള്ളൊരു അതർ സൈഡ് ഓഫ് പാരീസ് ആണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ വളരെ അൺസെറ്റിലിംഗ് ആയിരുന്നു. ഇത് കുറച്ചുകൂടി അൺസെറ്റിലിംഗ് ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡയറക്ടർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ റിവേഴ്സിൽ എഴുതിയതാണ്. ഈ സിനിമ പോകുന്ന ഒരു ഹോപ്പിലോട്ടല്ല, ഒരു ട്രാജഡിയിലോട്ടാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേയും. അപ്പോൾ സിനിമ ഏതാണെന്ന് ഇതുവരെ മനസ്സിലാവാത്തവർക്ക് ഈ സിനിമയുടെ പേര് ഇറവേഴ്സിബിൾ എന്നാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്യാസ്പർ നോയാണ്. ഗ്യാസ്പർ നോയുടെ മൂവീസ് സാധാരണ ഇങ്ങനെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള മൂവീസാണ്. ഇതേപോലൊരു മൂവിയാണ് ക്ലൈമാക്സ്. അതും മൈൻഡ് എഫിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്.